വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ എനിക്ക് 6 മാസത്തിൽ കൂടുതൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആഡ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹൈപ്പായി ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കാം. കാരണം ഞാൻ അത്യാവശ്യം സ്പ്രേസൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുന്ന ആളാണ്. കാരണം സ്പ്രേ എനിക്ക് പല ടൈപ്പിലെ സ്പ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്നറിയാൻ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടെണ്ണം കോംബോ ആയിട്ടാണ്. ഇത് മിക്കവാറും എല്ലാവരും ഇൻസ്റ്റാഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത് കൂടുതലായിട്ട് ഹൈപ്പായിട്ട് വരുന്ന ഈ ഒരു ഇൻഡോ അറബ് എന്ന് പറയുന്ന ഒരു രണ്ട് റേഞ്ചിൽ റോസ് ആൻഡ് ബോസും അതേപോലെ അങ്ങനെ പറയുന്ന അത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് രണ്ടെണ്ണം എങ്ങനെ ഉണ്ട്, ഈ ഹൈപ്പിനൊക്കെ ഇതുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. ഇത് ഇത്രയും ഹൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹൈപ്പ്. ഇതാണ് മാർബല്ല എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഭയങ്കര സ്മെല്ലാണ്, ഡ്രസ്സിലൊക്കെ നല്ല സ്മെല്ലായിരിക്കും, ബോക്സി സ്മെല്ലായിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചത് എനിക്ക് ഇതൊന്നും തോന്നിയില്ല. കാര്യമായിട്ട് പറയാമല്ലോ, എനിക്കിത് സ്പ്രേ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു സ്മെല്ലായിട്ടോ ഒരു വെറൈറ്റി സ്മെല്ലായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. സാധാരണ ഒരു സ്പ്രേ അത്ര. ഈ പ്രൈസിന് ഇത് വർത്താന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പറയത്തില്ല. പിന്നെയാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കാരണം റോസ് ആൻഡ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ബോട്ടിൽ ഞാൻ ആഡിലൊക്കെ കണ്ടപ്പോൾ അതിനൊരു തിക്ക് റോസ് ബോട്ടിലാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലും അല്ല. ഗ്ലാസ് ബോട്ടിൽ എന്ന് വെച്ചാൽ ഈ ക്ലിയർ ആയിട്ട് കാണുന്ന ബോട്ടിലും അല്ല, ഒരു ലക്ഷറി ഫീലുള്ള. ഇത് നിങ്ങളെല്ലാവരും വിചാരിക്കും, വീഡിയോ കാണുമ്പോൾ വിചാരിക്കും സപ്പോസ് ഞാൻ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്നാണ് വാങ്ങിച്ചായിരിക്കുന്നത്. അല്ല, ഇവരുടെ ഓൺ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് രണ്ടിനും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കേട്ടോ. ഒരു സത്യമായ വേസ്റ്റ് ഓഫ് മണിയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് ഇതിൽ രണ്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നോക്കി. ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ട്, ഇതിനൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കിയപ്പം രണ്ടിനും ഒരേ ഇൻഗ്രീഡിയൻസ് ആണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഉടനെ റിവ്യൂ ചെയ്യുന്നൊന്നുമില്ല. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരാഴ്ച കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി സ്മെല്ലായിട്ട് പറയാനൊന്നും ഇതിനകത്തില്ല. അപ്പം ഇത് ഇനി ഞാൻ വാങ്ങിച്ചിട്ട് കുഴപ്പമൊന്നും, ഇത് എനിക്ക് എൻ്റെ പൈസ ഇവർ ഈ വെബ്സൈറ്റുകാരെന്നെ ഫോൾട്ട് ചെയ്തതെന്നോ ഒന്നും അറിയാൻ വയ്യ. എൻ്റെ പൈസ പോയതേ മിച്ചം. പിന്നെ ഇത് യൂസ് ചെയ്തിരിക്കുക, അതുകൊണ്ട് യൂസ് ചെയ്യാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഹൈപ്പ് പറയുന്നതിൻ്റെ ഈ ആഡിലൊക്കെ വരുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡിലൊക്കെ വരുന്നതിൻ്റെ കൂട്ടം അത്ര ഹൈപ്പൊന്നുമില്ല. ഇത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ വേറൊരു ബ്രാൻഡ് നോക്കായിരുന്നു. പക്ഷേ എനിക്കിത് വാങ്ങിച്ചോണ്ട് എനിക്ക് തൃപ്തിയായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതോടെ ഞാൻ ഇത് നിർത്തുകയാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിനെക്കാട്ടി നല്ലതാണ് ബെല്ല വിറ്റയുടെ പെർഫ്യൂം, പ്ലമ്മിൻ്റെ വെനില റേഞ്ചുള്ള ഈ പെർഫ്യൂമൊക്കെ. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് കേട്ടോ. അത്യാവശ്യം യൂസ് ചെയ്ത പെർഫ്യൂമാണ്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ഇതെല്ലാം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് വാങ്ങിക്കരുത്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇങ്ങനെ ഒരു അവധി ഇനി ആർക്കും വരുന്നത്. ബൈ.